ശ്രീ ബിപിൻ രാജ്, ഇപ്പോൾ ഈ നമ്മുടെ സംസ്കാരത്തെ തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു എന്നതാണ് ചോദ്യം. ഇന്ന് ഗവർണർ പറഞ്ഞത് കേട്ടല്ലോ. നമ്മുടെ സംസ്കാരത്തെ തന്നെ തള്ളിക്കളയലാണ് ഇതൊക്കെ നിരാകരിക്കുന്നതിലൂടെ ചെയ്യുന്നത്. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇതിനെതിരെ പ്രതിഷേധം തീർക്കുന്നത് എന്നതാണ് ചോദ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ചില സ്കൂളിനകത്ത് നടക്കുന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആദ്യം കാസർഗോഡ് ജില്ലയിലെ ബന്ദടുക്കയിൽ നിന്നുള്ള ഒരു സരസ്വതി വിദ്യാലയത്തിൽ നിന്നാണ് ഇത്തരത്തിൽ അധ്യാപക പാദം പൂജിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഫോട്ടോ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് ആ വാർത്ത വന്നതിന് ശേഷം അത് മാധ്യമങ്ങളിൽ വരുന്ന സാഹചര്യത്തിനകത്താണ് പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ തൃക്കരിപ്പൂർ പ്രദേശത്തിനകത്തും അതുപോലെ തന്നെ ചെറുവത്തൂരും തുടർച്ച നിലയിൽ കണ്ണൂർ ശ്രീകണ്ഠാപുരത്തും ചില സ്കൂളിനകത്തും ഇതേ രീതിയിൽ പൂജ നടന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഇവിടെ BJP പ്രതിനിധി സൂചിപ്പിച്ചു. BJP പ്രതിനിധി അതിനെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ബിപിൻ രാജ്. എന്തുകൊണ്ട് ഞാൻ BJP പ്രതിനിധിയല്ല? നമ്മൾക്ക് ഈ അവസരത്തിൽ ഹിന്ദു ഐക്യവേദി ഓക്കെ ഏതായാലും ഹിന്ദു ഐക്യവേദി ആയാലും അത് ഏതായാലും ആ രീതിയിൽ തന്നെ അവരെ ഉന്നയിക്കുന്ന ആശയവും അവരുടെ പറഞ്ഞ് ന്യായീകരിക്കുന്ന വിഷയവും എല്ലാം ഒരേപോലെ തന്നെയാണ് പോകുന്നുള്ളത്. അതിനകത്ത് മറ്റു തറക്കൊന്നുമില്ല. പേര് മാറ്റിയിട്ട് അവിടെ ഹിന്ദു ഐക്യവേദി എന്നോ BJP എന്ന് വെച്ചാലും അവരെ ഉന്നയിക്കുന്ന ആശയവും ഒരേപോലെ തന്നെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അത് കേൾക്കുന്ന ആളുകൾക്കും ഇതിനെ സംബന്ധിച്ച് കൃത്യമായി സൂചിപ്പിക്കാനുള്ള അപ്പോൾ ഈ വിഷയത്തിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത് സ്കൂളിനകത്ത് വിദ്യാർത്ഥികളെ, അതായത് സ്കൂളിനകത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ പഠിച്ച് എങ്ങനെ വളരണ്ടേ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമ്മുടെ കേരളത്തിനകത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരുപക്ഷെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ഈ രീതിയിലായിരിക്കില്ല. ഇപ്പോൾ കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ഈ RSS നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയുന്നു. ഇവിടെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞു വെച്ച എന്താണ്, അതൊരു അധ്യാപകൻ ആ രീതിയിൽ പാദസേവ ചെയ്യുന്നതുകൊണ്ട് എന്താണ് തെറ്റുള്ളത്? കുട്ടികൾക്ക് അറിവ് പകർന്നു നടക്കുന്ന ആളുടെ കാല് ആ രീതിയിൽ പൂജിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വളരെ ന്യായീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞു വെച്ചത്? അയാൾ പറയുകയാണ്, അവിടെ മറ്റു രക്ഷിതാക്കളുണ്ടോ, മറ്റു വിദ്യാർത്ഥികളെ കാണുന്നുണ്ടോ, മറ്റൊരാളും അവിടെ ചെന്നിട്ടില്ല. ആ സമയത്താണ് അവതാരിക ചോദിച്ച സമയത്ത് ആലപ്പുഴക്കകത്തുണ്ടായ ഒരു വിഷയം. ആലപ്പുഴക്കകത്ത് ഒരു സ്കൂളിനകത്ത് ആ രീതിയിലൊക്കെയുള്ള പൂജയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ പാദസേവ പൂജ നടത്തുന്ന ആരെയാണ്? BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ്. BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ പാദസേവ പൂജ നടത്തുക. ആ സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചു എന്താ, അതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം വിഷയം മാറ്റി. അധ്യാപകരെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ആ സമയത്ത് പറയുകയാണ്, സ്കൂൾ നടത്തുന്ന ആളുകളെയും ഗുരുതുല്യമായി കാണണം എന്ന രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നത്. ഏത് രീതിയിലാണ് ഈ രീതിയിലേക്ക് ഈ പൂജ നടത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താ, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ പുതിയ കാലത്തും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതും ഇതേ രീതിയിൽ പൂജകൾ നടത്തിക്കൊണ്ടാണെന്ന് സൂചിപ്പിക്കുക. ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, ഇന്ന് ഈ കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്ത് കേരളത്തിൻ്റെ അക്കാദമിക് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പുരോഗമന പാരമ്പര്യവും തല്ലി തകർക്കാനാണ് RSS പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ രീതിയിലൊക്കെയുള്ള ഇടപെടൽ ഇവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിനകത്ത് പുരോഗമന മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമവും ഒരു വശത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഈ രീതിയിൽ RSSൻ്റെ അജണ്ട പഠിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ, അത് ഏത് വിദ്യാഭ്യാസ മേഖലയായാലും, അത് CBSE ആയാലും അതിനകത്തുള്ള അൺഎയ്ഡഡ് ആയാലും ഏത് സ്ഥാപനമായാലും കുട്ടികളെ ഇങ്ങനെയല്ല വളർത്തിക്കൊണ്ട് പോകേണ്ടത്. കുട്ടികൾക്ക് പകർന്നു നൽകേണ്ട അറിവുകൾ, അധ്യാപകർ പകർന്നു കൊടുക്കേണ്ട അറിവുകൾ ഈ പുതിയ കാലത്തിനനുസൃതമായിട്ട് വരും. ഇപ്പോഴും പരമ്പരാഗതത്തിലുണ്ടായ പഴയ കാലങ്ങളിൽ പണ്ട് കാലങ്ങളുടെ അതേ രീതിയിൽ ആവർത്തിക്കുന്ന സ്ഥിതിയിലേക്കല്ല പോകേണ്ടതെന്നാണ് SFI സൂചിപ്പിക്കാനുള്ളത്. അതിനകത്തൊന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ കൃത്യമായി ഇവർ അതിനകത്ത് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷനകത്തെ സ്പേസ് സെക്കുലർ സ്പേസ് ആയിരിക്കണം രീതിയിലേക്കാണ്, റിലീജിയസ് ന്യൂട്രൽ സ്പേസ് ആയിരിക്കണം രീതിയിലേക്കാണ്. ആ രീതിയിലേക്കാണ് വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ RSS ശ്രമിക്കുന്നത് റിലീജിയസ് സ്പേസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ആചാരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്, ആ രീതിയിൽ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആ മതാചാരത്തിൻ്റെ ഭാഗമായി മാറ്റിയെടുക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുകയാണ്. ആ ആക്ടിനകത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനകത്ത് പറയുന്ന
വിപരീതമായി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളം ഉയർത്തിക്കൊണ്ടുവന്ന സെക്യുലർ ഡെമോക്രാറ്റിക് സെറ്റപ്പ് അതിനുള്ള ഭീഷണിയാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ സ്ഥിതിയിലേക്കാണ് ഇവർ സൂചിപ്പിച്ചു വെക്കുന്ന സ്ഥിതി ഇല്ലത്. അത് നമ്മൾ ഇവർ നടത്തുന്ന പ്രവൃത്തിയെ കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതും ആ രീതിയിലേക്ക് മാറുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ വാസുജയന്തി ദിനത്തിന്റെ ഭാഗമായി ഗുരുപൂർണിമ എന്ന പേരിൽ പാദസേവ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോവുകയാണ്. അപ്പോൾ ഇവർ പറയുന്നു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിലും നാളെയും ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ എതിർക്കാൻ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തെയും അംഗീകരിക്കാൻ വേണ്ടി അനുവദിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് പല സമരങ്ങളും ഇന്ന് കേരളത്തിനകത്ത് സംസ്ഥാനത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും കാവ്യവൽക്കരിക്കാൻ വേണ്ടി ദൈനംദിനം ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി അതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരവും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.